ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പ്രേമം സീരീസിന്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പും തന്ന് സപ്പോർട്ട് ചെയ്യണേ. അധ്യായം 346. നീലിമയെ നോക്കി സിദ്ധാർത്ഥ് ഗൗരവം നടിച്ചുകൊണ്ട് പറഞ്ഞു, ഓ, താൻ ഇത്രയുമൊക്കെ മിടുക്കിയായിരുന്നോ അല്ലേ? എന്തായാലും എന്റെ സെലക്ഷൻ തെറ്റിയില്ല. കാര്യക്ഷമത മാത്രമല്ല, കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുള്ള വേഗതയും കൂടി നിനക്കുണ്ട്. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നീലിമ അത് കേട്ട് പുഞ്ചിരിയോടെ അവനെ നോക്കി. അപ്പോൾ സിദ്ധാർത്ഥ് നീലിമ കൊണ്ടുവന്ന രേഖകൾ മറിച്ചു നോക്കി തുടങ്ങി. സത്യത്തിൽ അത് വിനയ് ഭാസ്കറിനെ ഏൽപ്പിച്ചപ്പോൾ അത് പൂർത്തിയാക്കിയെടുക്കാൻ കുറഞ്ഞത് 2 ദിവസമെങ്കിലും വേണ്ടിവരുമെന്ന് സിദ്ധാർത്ഥ് കരുതിയിരുന്നു. പക്ഷേ നീലിമ അത് വളരെ വേഗത്തിൽ തന്നെ പൂർത്തിയാക്കിയിരിക്കുന്നു. രേഖകൾ മറിച്ചു നോക്കുമ്പോൾ അവന്റെ മുഖത്ത് അത്ഭുതവും സന്തോഷവും പ്രകടമായിരുന്നു. കാരണം അത് അവൾ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തു തീർത്തിരിക്കുന്നത്. അതിന്റെ അത്ഭുതം അവൻ മറച്ചു വെച്ചില്ല. സിദ്ധാർത്ഥ് പറയുന്നത് വർക്ക് വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. ഇത്ര നന്നായിട്ട് ഈ രേഖകളൊക്കെ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. വളരെ ഭംഗിയായി തന്നെ നീ ഇത് ചെയ്തിട്ടുണ്ട്, കൊള്ളാം കേട്ടോ. സിദ്ധാർത്ഥ് സംതൃപ്തിയോടെ നീലിമയോട് പറഞ്ഞു. പക്ഷേ അവൻ തന്റെ ഭാര്യയോടുള്ള സ്നേഹപ്രകടനമായിരുന്നില്ല അപ്പോൾ ഉദ്ദേശിച്ചത്. വ്യക്തമായി കരിയറിൽ അവൾക്കുള്ള വിഷൻ അവന് മനസ്സിലാക്കാൻ സാധിച്ചു. അവൾ ആ കമ്പനിയിലും ജോലിയിലും തുടർന്നാൽ അത് തനിക്ക് ഒരുപാട് സഹായമാവുമെന്നും അവന് കരുതി. നീലിമ വളരെയധികം കഴിവുള്ള ഒരാളാണെന്ന് അവൻ അറിയാം. ഇത്രയും വേഗത്തിൽ ഇത്രയും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു രേഖ അവൾ പൂർത്തിയാക്കുമെന്ന് അവൻ ഒരിക്കലും കരുതിയിരുന്നില്ല. ജോലിയുടെ ആദ്യത്തെ ദിവസം തന്നെ അവൾക്ക് അവനിൽ നിന്നും പ്രശംസ നേടാൻ സാധിച്ചു. തന്റെ സ്റ്റാഫിനോടുള്ള ഒരു കമ്പനി മുതലാളിയുടെ ആത്മാർത്ഥമായ സ്നേഹപ്രകടനമായിരുന്നു സിദ്ധാർത്ഥ് നടത്തിയത്. അവൻ നീലിമയെ നോക്കി പറഞ്ഞു, എന്നാ പിന്നെ ഇങ്ങനെ തന്നെ ജോലി തുടർന്നോളൂ. സിദ്ധാർത്ഥ് അങ്ങനെ പറഞ്ഞപ്പോൾ നീലിമ തന്റെ സ്റ്റാർട്ടപ്പ് കമ്പനിയെക്കുറിച്ച് ഓർത്തു. സിദ്ധാർത്ഥന് സത്യത്തിൽ അവൾ തന്റെ കൂടെ തന്റെ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യുന്നത് തന്നെയാണ് താല്പര്യം. ആദ്യം മുതലേ അവൾ കിരണിന്റെ കൂടെ സ്റ്റാർട്ടപ്പ് മീഡിയയിൽ ജോലി ചെയ്യുന്നതിന് അവന് ഇഷ്ടമുള്ള കാര്യമായിരുന്നില്ല. പക്ഷേ അവളുടെ താല്പര്യങ്ങളെ മാനിക്കുന്നത് കൊണ്ട് മാത്രമാണ് അവൻ അവളെ ജോലിക്ക് വിട്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അവൾ കിരണിന്റെ ഓഫീസിലല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ അവൾ നല്ല സുരക്ഷിതയാണെന്ന് അവനറിയാം. എത്രയൊക്കെ പറഞ്ഞാലും കിരണിന്റെ സ്വഭാവം സിദ്ധാർത്ഥിന് പരിചിതമാണല്ലോ. കിരണിന്റെ കൂടെയാണ് അവൾ ജോലി തുടരുന്നത് എങ്കിൽ ഏത് സമയവും അവനെ നിരീക്ഷിക്കാൻ ഒരാളെ സിദ്ധാർത്ഥ് ഏർപ്പാടാക്കേണ്ടി വരുമോ? പിന്നെ നീലിമയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി അവനും എല്ലാ സമയവും അതിനു വേണ്ടി മാറ്റിവെക്കേണ്ടി വരും. മാത്രവുമല്ല, അനാവശ്യമായി അവൻ അത്തരം കാര്യങ്ങൾ ആലോചിച്ച് സമയം കളയും ചെയ്യും. അങ്ങനെ കൃത്യമായി ഓഫീസിൽ ജോലി ചെയ്യാൻ പോലും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവൻ തന്റെ ഗോൾഡ് സ്റ്റാർ കമ്പനിയിലായിരിക്കുമ്പോൾ അവന് ടെൻഷനൊന്നുമില്ല. അവൻ അവളെക്കുറിച്ച് തന്നെ ചിന്തിച്ചു. അവളോടുള്ള തന്റെ ആരാധന അനുദിനം വർദ്ധിക്കുകയാണെന്ന് അവന് തോന്നി. അവൻ തന്നെ ശ്രദ്ധിച്ചു നോക്കുന്നത് കണ്ട നീലിമ അവനെ നോക്കി പുഞ്ചിരിച്ചു. അവളുടെ മുഖത്ത് നാണം തെളിഞ്ഞു. പക്ഷേ കുറച്ചു സമയം കൂടി ആ ഓഫീസിൽ അങ്ങനെ തന്നെ നിന്നു കഴിഞ്ഞാൽ അവർ രണ്ടുപേരും കൂടി ഭാര്യ ഭർത്താക്കന്മാരാണെന്ന കാര്യം സ്റ്റാഫ് അറിഞ്ഞു പോകുമെന്ന് അറിയാവുന്നതുകൊണ്ട് മാത്രം നീലിമ അവനോട് പറഞ്ഞു. അപ്പോ ഞാൻ എന്റെ ക്യാബിനിലേക്ക് പോവാണ്, കുറച്ച് ജോലികൾ കൂടി ചെയ്തു തീർക്കാനുണ്ട്. അവൾ അത്രമാത്രം പറഞ്ഞു പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ അവനെ നോക്കി അവിടെ നിന്നും ഇറങ്ങി. ശേഷം അവൾ ഓഫീസ് ക്യാബിനിലേക്ക് കയറി. അവൾ കുറച്ചുകൂടി ജോലികൾ ചെയ്തു തീർക്കാമെന്ന് കരുതിയിട്ടാണ് ഇരുന്നത്. സത്യത്തിൽ സമയം അപ്പോൾ തന്നെ ഒരുപാട് വൈകിയിരുന്നു. വൈകുന്നേരമായതുകൊണ്ട് തന്നെ ഓഫീസിലെ മറ്റു സ്റ്റാഫെല്ലാം തന്നെ പോയിരുന്നു. അവൾ വൈകിയും ജോലി തുടരുന്നത് കണ്ടുകൊണ്ടാണ് വിനയ് ഭാസ്കർ അവന്റെ ക്യാബിനിൽ നിന്നും ഇറങ്ങി വരുന്നത്. അവളെ ശ്രദ്ധിച്ച അവൻ നീലിമയുടെ ക്യാബിന്റെ ഉള്ളിലേക്ക് കയറി ചെന്ന് ചോദിച്ചു, സമയം കഴിഞ്ഞു, വീട്ടിൽ പോകുന്നില്ലേ? അന്നേരം നീലിമ പറയുന്നത്, ആണോ, സമയം കഴിഞ്ഞോ, ഞാൻ ശ്രദ്ധിച്ചില്ല, സോറി. നീലിമ പറഞ്ഞു. അവൾ തലയുയർത്തി വിനയ് ഭാസ്കറിന്റെ നേർക്ക് നോക്കി. അവളുടെ കണ്ണുകൾ ക്ഷീണത്തിൽ വാടിയിരുന്നു. വിനയ് ഭാസ്കർ അവളെ നോക്കി പറഞ്ഞു, ജോലി കഴിഞ്ഞെങ്കിൽ വീട്ടിൽ പോവാൻ നോക്ക്. അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ നീലിമ വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് എഴുന്നേറ്റ് നിന്ന് സാധനങ്ങളെല്ലാം തന്നെ പാക്ക് ചെയ്യാൻ തുടങ്ങി. നീലിമ ചിന്തിക്കുന്നുണ്ട്, ഇന്നത്തെ ഓഫീസ് സമയത്തിന് മുൻപ് തന്നെയുള്ള ജോലികളെല്ലാം തന്നെ തീർത്തു വെക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഇത്ര വൈകുമെന്നൊന്നും അറിഞ്ഞില്ല. സത്യത്തിൽ ഞാൻ അത് ശ്രദ്ധിച്ചില്ല. നീലിമ തന്റെ മേശപ്പുറത്തെ രേഖകളുടെ കൂമ്പാരത്തിലേക്ക് നോക്കി പറഞ്ഞു. വിനയ് ഭാസ്കർ അവളുടെ ജോലിയോടുള്ള ആത്മാർത്ഥതയെ മനസ്സിൽ അഭിനന്ദിച്ചു. പക്ഷേ അയാൾ പുറത്തത് പ്രകടിപ്പിച്ചില്ല. വിനയ് ഭാസ്കർ പറയുന്നത്, സാധാരണ ഇവിടുത്തെ സ്റ്റാഫുകളെല്ലാം തന്നെ സമയം കഴിയുന്നതിന് മുൻപേ തന്നെ ഇറങ്ങിപ്പോവുകയാണ് പതിവ്. ഗർഭിണിയായിരുന്നിട്ടും കൂടി ഇത്രയും സമയമൊന്നും വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. സ്വന്തം ആരോഗ്യം കൂടി ശ്രദ്ധിക്കണം. ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. അവൻ അത്രമാത്രം പറഞ്ഞുകൊണ്ട് തന്നെ അവളെ നോക്കിയിട്ട് അവിടെ നിന്നും പോയി. നീലിമ അപ്പോൾ അവളുടെ ക്യാബിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് വേഗത്തിൽ തന്നെ അവൾ സിദ്ധാർത്ഥിന്റെ അരികിലേക്ക് ചെന്നു. അവൻ ക്യാബിനിൽ ഉണ്ടായിരുന്നു എന്നാണ് അവൾ കരുതിയിരുന്നത്. പക്ഷേ അവൾ ക്യാബിന്റെ അകത്തേക്ക് കയറിയപ്പോൾ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അവൾ ചെറുതായിട്ടൊന്ന് പരിഭ്രമിച്ചു. അവൾ അവിടെ കണ്ടൊരു സ്റ്റാഫിനോട് ചോദിച്ചു, അദ്ദേഹം എവിടെ പോയതാണെന്നറിയാമോ? നീലിമ ആരാണെന്നറിയാവുന്ന സ്റ്റാഫ് ഉടനെ തന്നെ ബഹുമാനത്തോടെ പറഞ്ഞു, ഇല്ല.
അത് പിന്നെ സർ എവിടെ പോയി എന്നൊന്നും അറിയില്ല. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി കാണും, അല്ലാതെങ്കിൽ മറ്റെവിടെയെങ്കിലും പോയി കാണും, ആരോടും പറഞ്ഞിട്ടില്ല. സ്റ്റാഫ് പറഞ്ഞത് കേട്ട് നീലിമയ്ക്ക് വിഷമം തോന്നി. തിരിച്ചു പോകുമ്പോൾ സിദ്ധാർത്ഥിനൊപ്പം പോകണമായിരുന്നു എന്നായിരുന്നു അവളുടെ ആഗ്രഹം. അവൻ അത്ര വേഗം പോകുമെന്ന് അവൾ ചിന്തിച്ചതുമില്ല. ഇതെല്ലാം ഓർത്തപ്പോൾ നീലിമയ്ക്ക് വിഷമം തോന്നി. അവളുടെ വിഷമം മനസ്സിലാക്കിയപ്പോൾ സ്റ്റാഫ് പറഞ്ഞു, ചിലപ്പോൾ സാർ എന്തെങ്കിലും തിരക്ക് കാരണം പോയതായിരിക്കും മാഡം. സ്റ്റാഫ് പറഞ്ഞത് കേട്ട് നീലിമ അവനെ നോക്കി പുഞ്ചിരിച്ചു. നീലിമയുടെ മുഖത്ത് നല്ല വിഷാദം പ്രകടമായിരുന്നു. അത് ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ സ്റ്റാഫ് വീണ്ടും പറഞ്ഞു, മാഡത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ കാറ് വിളിക്കാം. അന്നേരം നീലിമ പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ പോയിക്കോളാമെന്ന് പറയും. നീലിമ പറഞ്ഞത് കേട്ട് സ്റ്റാഫ് അവിടെ നിന്നും പോയി. നീലിമ അവിടെ നിന്നും നേരെ റോഡിലേക്ക് ഇറങ്ങി വന്നു. അവൾക്ക് സിദ്ധാർത്ഥ് തന്നോട് പറയാതെ പോയതിന്റെ നീരസമുണ്ടായിരുന്നു. അവൾ ഓരോ കാര്യങ്ങളും ആലോചിച്ചു കൊണ്ടിരുന്നു. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവൾക്ക് ടാക്സി ഒന്നും തന്നെ കിട്ടിയില്ല. സിദ്ധാർത്ഥ് പോകുന്ന കാര്യം തന്നോട് പറഞ്ഞില്ലല്ലോ എന്ന ദേഷ്യത്തിലായിരുന്നു നീലിമ. അപ്പോൾ അവൾക്ക് മുന്നിൽ ഒരു വിലകൂടിയ കാറ് വന്നു നിന്നു. അതിൽ ആരാണെന്നറിയാതെ നീലിമ നോക്കി. അവളുടെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു. അതിൽ വിനയ് ഭാസ്കർ ആയിരുന്നു. നീലിമ അവനെ ഉടനെ തന്നെ കണ്ടപ്പോൾ നീലിമക്ക് അതിശയം തോന്നി. അവൻ അവിടെ നിന്ന് പോയിരിക്കുമെന്നാണ് അവൾ കരുതിയിരുന്നത്. നീലിമ പറഞ്ഞു, വിനയ് സാർ, നിങ്ങൾ എന്താ ഇവിടെ? വീട്ടിലേക്ക് പോയതാലേ? നീലിമ വിനയ് ഭാസ്കറിനോട് അപ്പോൾ അയാൾ അവളെ നോക്കി ചോദിച്ചു, നീലിമ വീട്ടിലേക്കുള്ള ടാക്സി കാത്തു നിൽക്കുകയാണോ? അതെ, പക്ഷേ ടാക്സി ഒന്നും വരുന്നില്ല. നീലിമ പറഞ്ഞത് കേട്ട് വിനയ് ഭാസ്കർ അവളെ നോക്കി. വരൂ, നിങ്ങളെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം, അയാൾ മറുപടി പറഞ്ഞു. അവൻ അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ കാറിന്റെ ഡോറ് തുറന്നു വെച്ചു. എന്നിട്ട് അവളെ കയറാനായി ക്ഷണിച്ചു. അപ്പോൾ നീലിമ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വേണ്ട വിനയ് സർ, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടെ ടാക്സി വരുമായിരിക്കും, നിങ്ങളെ വെറുതെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ പോയിക്കോളൂ. നീലിമ പറഞ്ഞത് കേട്ട് വിനയ് ഭാസ്കർ അവളെ നോക്കി. എന്നിട്ട് സാവധാനത്തിൽ പറഞ്ഞു, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, താൻ വണ്ടിയിലേക്ക് കയറാൻ നോക്ക്, ഞാൻ തന്നെ കൊണ്ടുവിടും. ഇവിടെ ഇനി ഈ സമയം ടാക്സി വരാനൊന്നും സാധ്യതയില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്ക്. തനിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ വണ്ടിയിലേക്ക് കയറിക്കോളൂ. വിനയ് ഭാസ്കർ അങ്ങനെ പറഞ്ഞപ്പോൾ നീലിമ ഒന്നും പറയാതെ അവനെ നോക്കി. അവിടെ ഇനി ഈ സമയം ടാക്സി കിട്ടില്ല എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ അവൾ വണ്ടിയിലേക്ക് കയറാൻ തന്നെ തീരുമാനിച്ചു. അവൾ വണ്ടിയിലേക്ക് കയറിയിരുന്നു. വിനയ് ഭാസ്കർ വണ്ടി മുന്നോട്ടെടുത്തു. അവർ അല്പദൂരം ചെന്നപ്പോൾ വലിയൊരു ആഡംബര വില്ലയുടെ മുന്നിലേക്ക് ചെന്നു നിന്നു. നീലിമ ആ വില്ലയുടെ മുന്നിൽ കാർ നിർത്താൻ ആവശ്യപ്പെട്ടു. അപ്പോൾ വിനയ് ഭാസ്കർ വില്ല നോക്കിക്കൊണ്ട്, സിദ്ധാർത്ഥിന്റെ വില്ലയാണതെന്ന് അയാൾക്കറിയാം. പക്ഷേ ആ വില്ല ആദ്യമായിട്ടാണ് വിനയ് ഭാസ്കർ കാണുന്നത്. അതിന്റെ അമ്പരപ്പ് അയാളുടെ കണ്ണുകളിൽ പ്രകടമായിരുന്നു. നീലിമ കാറിൽ നിന്നും ഇറങ്ങി. എന്നിട്ട് അയാളെ നോക്കി പറഞ്ഞു, വളരെ ഉപകാരം, വീട്ടിലേക്ക് കയറിയാൽ ഒരു കോഫി കുടിക്കാമായിരുന്നു. നീലിമയുടെ ക്ഷണം പക്ഷേ വിനയ് ഭാസ്കർ നിരസിച്ചു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല മാഡം, നിങ്ങൾ എൻ്റെ ബോസിന്റെ ഭാര്യയാണല്ലോ. ഓഫീസിൽ വെച്ച് എൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഞാൻ മാഡം എന്നൊന്നും വിളിക്കാത്തതാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ നിങ്ങൾ എൻ്റെ മാഡം തന്നെയാണല്ലോ. ഞാൻ കയറുന്നില്ല, പിന്നെ ഒരിക്കൽ വരാം, എന്തായാലും ഞാൻ പോവാണ്. വിനയ് ഭാസ്കർ അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ ഉടനെ വണ്ടിയും എടുത്ത് അവിടെ നിന്നു പോയി. അവൻ പോയതിനു ശേഷം നീലിമ ഉടനെ തന്നെ വീട്ടിലേക്ക് കയറി. അവിടെ സിദ്ധാർത്ഥ് ഉണ്ടാവുമെന്നായിരുന്നു അവൾ പ്രതീക്ഷിച്ചിരുന്നത്. സിദ്ധാർത്ഥിനെ പക്ഷേ അവിടെയും കാണാത്തത് കൊണ്ട് തന്നെ അവൾക്ക് ആശങ്കയും ആവലാതിയും അനുഭവപ്പെട്ടു. നീലിമ ചിന്തിച്ചു, ഇതെന്താ ഇദ്ദേഹം ഇതുവരെയായിട്ടും വീട്ടിലേക്ക് തിരിച്ചു വരാത്തത്? വീട്ടിലേക്ക് പോകുന്നു എന്നാണല്ലോ സ്റ്റാഫ് പറഞ്ഞത്. അല്ല, ഇതെന്തായിരിക്കും വൈകിയത്? എവിടെ പോയിരിക്കുന്നു എന്ന് എന്നോടും പറഞ്ഞതുപോലുമില്ലല്ലോ. നീലിമ ആലോചിച്ചു. അവളുടെ മൊബൈലിൽ ചാർജ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൾക്ക് അവനെ വിളിക്കാനും സാധിച്ചില്ല. നീലിമ ഉടനെ തന്നെ തന്റെ ഫോൺ ചാർജറിലേക്ക് ഇട്ടു. ഫോൺ ഓൺ ചെയ്തപ്പോൾ തന്നെ സിദ്ധാർത്ഥിന്റെ നിരവധി സന്ദേശങ്ങൾ അവൾക്ക് ലഭിച്ചു. അതിൽ ചിലത് അവനൊരു പാർട്ടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പോയതാണോ എന്നും അവളെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഒരു ഡ്രൈവറെ അയച്ചിട്ടുണ്ട് എന്നുള്ള സന്ദേശമായിരുന്നു. ആ സന്ദേശം അവൾ കണ്ടിരുന്നില്ല. അതിനുശേഷം കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ വീണ്ടും സിദ്ധാർത്ഥിന്റെ മെസ്സേജ് അതിൽ കണ്ടു. ഡ്രൈവർ നിന്നെ കാണുന്നില്ല എന്നാണല്ലോ പറഞ്ഞത്. അല്ല, നീ എന്തിനാ വിനയന്റെ കൂടെ വണ്ടിയിൽ കയറത്? ഞാൻ ഉടനെ തന്നെ തിരിച്ചു വരാം, നീ അവിടെ സേഫാണല്ലോ അല്ലേ? യഥാർത്ഥത്തിൽ സിദ്ധാർത്ഥിന്റെ പരിഭ്രമം നിറഞ്ഞ മെസ്സേജുകൾ കണ്ടപ്പോൾ അവൾക്ക് സന്തോഷം തോന്നി. അവൾ ഫോൺ ചാർജിൽ തന്നെ ഇട്ട് തിരിഞ്ഞു നിന്നു. പെട്ടെന്ന് അവളെ ആരോ കെട്ടിപ്പിടിച്ചു. അത് തന്റെ ഭർത്താവ് തന്നെയാണെന്ന് അവൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരി. ഇതുവരെ ഉണ്ടായിരുന്ന സകല ആശങ്കകളും അതോടുകൂടെ തന്നെ അവളിൽ മാഞ്ഞുപോയി. സിദ്ധാർത്ഥ് ചോദിക്കുന്നുണ്ട്, നീ എപ്പോഴാ വീട്ടിലേക്ക് എത്തിയത്? എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. നീ എങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു വരുമെന്ന് ഓർത്തിട്ട്. അല്ല, നിന്റെ ഫോൺ ഇതെന്താ പറ്റിയത്? സിദ്ധാർത്ഥ് ഇങ്ങനെ പലതും ചോദിച്ചുകൊണ്ടേയിരുന്നു. നീലിമ പറയുന്നുണ്ട്, അത് എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ഓഫീസിൽ നിന്നും ഇറങ്ങിയപ്പോൾ ടാക്സി ഒന്നും കണ്ടില്ല. അപ്പോഴാ നമ്മുടെ വിനയ് ഭാസ്കർ അങ്ങോട്ടേക്ക് വന്നത്. പിന്നെ പുള്ളിയുടെ കൂടെ ഇങ്ങിരുന്ന് വീട്ടിലേക്ക് പോന്നു. അയാൾ ഒരു നല്ല സ്വഭാവമുള്ള ആളാണെന്ന് തോന്നുന്നു. ഞാൻ അവിടെ നിന്ന് കഷ്ടപ്പെടേണ്ട എന്ന് കരുതിയിട്ട് എന്നെ ഡ്രോപ്പ് ചെയ്യാൻ ഇത്രയും ദൂരം വന്നതാ പാവം. നീലിമ വിനയ് ഭാസ്കറിനെ കുറിച്ച് പറഞ്ഞത് ഇഷ്ടപ്പെടാത്ത മട്ടിൽ സിദ്ധാർത്ഥ് അവളെ നോക്കി.
അപ്പോൾ അവൻ അസൂയ കൊണ്ടാണ് അങ്ങനെ നോക്കുന്നത് എന്ന് മനസ്സിലായപ്പോൾ നീലിമയ്ക്ക് ചിരി വന്നു. ഉടനെ തന്നെ സിദ്ധാർത്ഥ് പറഞ്ഞു, വിനയ് ഭാസ്കർ നല്ല ആളൊക്കെ തന്നെയാണ്, അത് പക്ഷേ നീ അയാളോടൊപ്പം അധികം അങ്ങ് അടുക്കണ്ട. എൻ്റെ കൂടെ ഇരിക്കാനല്ലേ നീ എൻ്റെ ഓഫീസിലേക്ക് വന്നത്, അപ്പോൾ എന്നോടല്ലേ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടത്. അപ്പോൾ അവിടെ മറ്റാരോടും അത്ര കമ്പനിയൊന്നും കാണിക്കണ്ട കേട്ടോ. സിദ്ധാർത്ഥിന്റെ മുഖത്ത് അസൂയ പ്രകടമായിരുന്നു. നീലിമ അത് ആസ്വദിച്ചുകൊണ്ട് പറഞ്ഞു, ഹാ, എന്തായാലും ആ വിനയ് ഭാസ്കർ എന്ത് നല്ല പെരുമാറ്റമാണ്. ആളുകളൊക്കെ അയാളെക്കുറിച്ച് എന്തൊക്കെയാ പറയുന്നത് എന്നറിയോ. പക്ഷേ എനിക്ക് അയാളെ വളരെ മാന്യമായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാ തോന്നിയത്. അല്ലെങ്കിൽ എന്നോട് അങ്ങനെ ഒരു സഹായം ഓഫർ ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നോ? ഞാൻ അറിഞ്ഞിടത്തോളം അയാൾ ആളുകൾ പറയുന്നത് അത്ര മുരടനൊന്നുമല്ല. നീലിമ മനഃപൂർവ്വം സിദ്ധാർത്ഥിനെ ദേഷ്യം പിടിപ്പിക്കാൻ തന്നെയാണ് വിനയ് ഭാസ്കറിനെ പൊക്കി പറഞ്ഞുകൊണ്ടിരുന്നത്. അത് കേൾക്കുമ്പോൾ സിദ്ധാർത്ഥിന് ദേഷ്യം വർദ്ധിച്ചു. അവൻ ഉടനെ തന്നെ പറഞ്ഞു, ആ അത് മതി, എനിക്കിങ്ങനെ മറ്റുള്ളവരെ പറ്റി പൊക്കി പറയുന്നതൊന്നും ഇഷ്ടമല്ല. അത്രമാത്രം പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥ അവളെ അങ്ങ് കെട്ടിപ്പിടിച്ചു. അവന് തന്നോട് അത്രമാത്രം സ്നേഹമുണ്ട് എന്ന് മനസ്സിലായപ്പോൾ നീലിമ പറഞ്ഞു, ഞാൻ നിങ്ങളെ വിട്ടിട്ട് എങ്ങോട്ടേക്കും പോകുന്നില്ല. ഞാൻ നിങ്ങളെ വിട്ടിട്ട് എങ്ങോട്ടും പോവാൻ പോകുന്നില്ല. പിന്നെ എന്തിനാ ഇത്ര അസൂയ? വിനയ് ഭാസ്കറിനെ ഞാൻ മനഃപൂർവ്വം തന്നെ പൊക്കി പറഞ്ഞതാണ്. നിങ്ങളുടെ മുഖത്ത് ഈ ഒരു അസൂയ ഇങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അത് കാണാൻ വേണ്ടി മാത്രം ഞാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. നീലിമ അങ്ങനെ പറഞ്ഞു നിർത്തി. പിന്നീട് അവരിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അമ്മയെ മിസ് ചെയ്തപ്പോൾ അശ്വിൻ അമ്മയുടെ മുറിക്ക് മുന്നിൽ തന്നെ വന്നു നിന്നു. അകത്ത് ഡാഡിയും അമ്മയും സന്തോഷത്തോടെ ചിരിച്ച് സംസാരിക്കുന്നത് അവൻ കേട്ടു. ആ കുഞ്ഞിന്റെ മുഖത്തും ഒരു ചിരി തെളിഞ്ഞു. തൻ്റെ അമ്മയും ഡാഡിയും വളരെയധികം സന്തോഷത്തിലാണ് എന്നോർത്തപ്പോൾ അവന് വല്ലാത്ത അഭിമാനം തോന്നി. അവരെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കാതെ അശ്വിൻ അപ്പോൾ തന്നെ അവിടെ നിന്നും തിരിഞ്ഞു നടന്നു. അങ്ങനെ സിദ്ധാർത്ഥും നീലിമയും വളരെയധികം സന്തോഷത്തിൽ നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോയ്ക്ക് ഉടനെ തന്നെ വരാട്ടോ. എല്ലാ ദിവസവും ഇതേ സമയത്ത് തന്നെയായിരിക്കും വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പോൾ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഏതായാലും കമൻസിലൂടെ അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ. ബൈ.